മുത്തച്ഛൻ കുരുവിയുടെ ഉപദേശം. ഒരു പാടത്തിന്റെ അരികിൽ കുറെ കുരുവികൾ പാർത്തിരുന്നു. അക്കൂട്ടത്തിൽ കൂടുതൽ പ്രായം ചെന്ന ഒരു മുത്തച്ഛൻ കുരുവിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ കൃഷിക്കാരൻ പാടത്ത് ചണവിത്തുകൾ വിതയ്ക്കുന്നത് മുത്തച്ഛൻ കുരുവി കണ്ടു. അദ്ദേഹം മറ്റു കുരുവികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, കൃഷിക്കാരൻ പാടത്ത് ചണവിത്തുകൾ പാകിയിരിക്കുകയാണ്. ഇത് മുളച്ചാൽ ചണനൂലുണ്ടാക്കി അയാൾ വല കെട്ടും. ആ വല കൊണ്ട് അയാൾ നമ്മളെയെല്ലാം കുരുക്കിലാക്കും. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ മുത്തച്ഛ? മറ്റു കുരുവികൾ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. മുളയ്ക്കും മുമ്പേ നമുക്ക് ഈ വിത്തുകളെല്ലാം നശിപ്പിക്കണം, മുത്തച്ഛൻ കുരുവി ഓർമ്മിപ്പിച്ചു. പക്ഷേ മറ്റുള്ളവർ അതനുസരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഓ, ഈ കിഴവന് വേറെ പണിയൊന്നുമില്ല, എപ്പ നോക്കിയാലും വേവലാതി തന്നെ. മുത്തച്ഛൻ കുരുവിയെ പുച്ഛിച്ചുകൊണ്ട് കുരുവിക്കൂട്ടം പറന്നുപോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ചണവിത്തുകൾ മുളച്ചു പൊങ്ങി. അപ്പോഴും മുത്തച്ഛൻ കുരുവി പറഞ്ഞു, മക്കളെ, ഇതാ ഈ ചണച്ചെടികൾ നിങ്ങൾ കാണുന്നില്ലേ? ഇവയെങ്കിലും നമുക്ക് നശിപ്പിക്കാം. പക്ഷേ ഒരൊറ്റ കുരുവി പോലും അത് കേട്ട ഭാവം നടിച്ചില്ല. ഒടുവിൽ ചണച്ചെടികൾ വളർന്ന് വലുതായി. ഒരു ദിവസം കൃഷിക്കാരൻ വന്ന് ചണച്ചെടികൾ ഒന്നൊന്നായി വെട്ടിയെടുത്തു. അപ്പോൾ മുത്തച്ഛൻ കുരുവി പറഞ്ഞു, ഏയ് കുഞ്ഞുങ്ങളെ, നമ്മുടെ സമയം വൈകി. കൃഷിക്കാരൻ ഉടനെ വലയുണ്ടാക്കും. നമ്മളെല്ലാം അയാളുടെ പിടിയിലാകും. അതുകൊണ്ട് നമുക്കിവിടുന്ന് സ്ഥലം വിടാം. ഇത് കേട്ട് മറ്റു കുരുവികളെല്ലാം മുത്തച്ഛനെ പരിഹസിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കിവിടുന്ന് പോകാൻ തൽക്കാലം മനസ്സില്ല. പേടിത്തൊണ്ടനായ മുത്തച്ഛൻ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോയിക്കൊള്ളൂ. അവരുടെ കുത്തുവാക്കും പരിഹാസവും കേട്ട് മുത്തച്ഛൻ കുരുവി മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് പറന്നകന്നു. ഒട്ടും വിചാരിക്കാതെ ഒരു ദിവസം കൃഷിക്കാരൻ പുതുവലയുമായി അവിടെ എത്തി. താമസിയാതെ മിക്ക കുരുവികളും അയാളുടെ വലയിൽ കുരുങ്ങിക്കിടന്ന് പിടഞ്ഞു. അപ്പോഴാണ് നല്ലവനായ മുത്തച്ഛൻ കുരുവി പറഞ്ഞ കാര്യം അവർക്ക് ഓർമ്മ വന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ തങ്ങൾ ഈ വിധം ആപത്തിൽ കുടുങ്ങുകയില്ലായിരുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. പക്ഷേ ഇനി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? മൂത്തവർ ചൊല്ലുന്ന വാക്കുകൾ നെല്ലിക്ക പോലെയാണ്. ആദ്യം കയ്ക്കുന്നതായി തോന്നിയാലും പിന്നീട് നാം അതിൻ്റെ മധുരം തിരിച്ചറിയും. മൂത്തവരുടെ വാക്കുകൾ മുത്തുകൾ പോലെ വിലയേറിയവയാണ്.